ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ സംരംഭത്തിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്കത് കേൾക്കാനും എപ്പോഴും താല്പര്യം ഉണ്ടായെന്ന് വരില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന് വേണ്ടിയിട്ട് കൊടുത്ത കോണ്ടാക്ട് നമ്പറിലോട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ഈ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, പ്രശ്നങ്ങളാണ് ഏറ്റവും അധികം. അപ്പം എന്നോട് ചോദിക്കുന്നത്, ചേച്ചി എന്തെങ്കിലും നേരത്തെ ടിപ്പൊക്കെ പറഞ്ഞു തരുമോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുക്കൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അത്രമേ കൃത്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തന്നിട്ടുള്ളൂ. നിങ്ങൾക്കതിൽ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളവർ ഒരുപാടുണ്ട്. അതുപോലെ നമ്മുടെ 12 വീഡിയോ എഴുതിയിട്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നാളെ മുതലേ ഇത് ചെയ്യാവുള്ളൂ. ഇന്ന് മുതൽ ഇത് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. അതായത് ഇന്ന് മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നാളെ, അതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നാളെ മുതൽ അങ്ങ് ചെയ്തോ കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേട്ടായി ഇതിൻ്റെ കുറിച്ചെല്ലാ കാര്യങ്ങൾ കൂട്ടിയും ഹരിച്ചും ഗണിച്ചും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നൊരു വീഡിയോയാണ്. നിങ്ങൾ കുറേ പേര് പറയും ഏഞ്ചൽ നമ്പറാന്ന് പറയും, അല്ലാത്ത നമ്പറാന്ന് പറയും, ഇതെല്ലാം പറയും. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണം വേണമെന്നുണ്ടെങ്കിൽ ഇതാർക്ക് വേണേലും, അതായത് ഒരു 12 വയസ്സിന് മേളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളിത് ചെയ്യാൻ നിൽക്കരുത്. ഒരു സമയത്ത് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക. അതായത് മുടങ്ങാതെ നമ്മൾ ഈ 12 ചെയ്തതുപോലെ തന്നെ 21 ദിവസം നിങ്ങളിത് ചെയ്തിരിക്കണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. ഇതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്നേ. നമ്മൾ ആ എഴുതുന്ന അന്ന് ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രം നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയോ മീനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ആ സ്റ്റാർട്ടിങ്, അതായത് തുടങ്ങുന്ന നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് വന്നിരുന്ന് നിങ്ങൾ എഴുതുക. ഇത് രാവിലെ നിങ്ങൾക്കൊരു 5:30 തൊട്ട് രാത്രി 11:30 വരെ നിങ്ങൾക്ക് ഇതിന് സമയമുണ്ട് കേട്ടോ. രാവിലെ 5:30 മുതൽ രാത്രി 11:30 വരെ സമയം. കാരണം 11:30 എഴുതിയിട്ട് 12 മണിയാകുമ്പോഴത്തേനും നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇത് എഴുതിയിട്ട് അരമണിക്കൂർ നേരം നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടിരിക്കണം. ഇത് എഴുതുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ തുടങ്ങുന്നത്. ചേട്ടായി കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മളിത് എഴുതണമെങ്കിൽ നമ്മുടെ വീട്ടിൽ 2 പേര് വേണം. 2 പേരില്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കും. അപ്പം 2 പേരില്ലാത്തവർ മാത്രം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ 2 പേരില്ല, ഓക്കെ, സമ്മതിച്ചു. 2 പേരില്ലെങ്കിൽ നിങ്ങളുടെ ഇടത്ത് കൈ കൊണ്ട് നിങ്ങൾക്കിതേൽ എഴുതാം. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് സത്യത്തെങ്കിൽ നമ്മൾ പേന നമ്മുടെ കൈകൊണ്ടെടുത്തിട്ട് എഴുതുന്ന കാര്യമല്ല. നമ്മുടെ വീട്ടിൽ 2 പേരിൽ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരുടെ ഇടത്ത് കൈ കൊണ്ട് ആദ്യമേ വലത്ത് കയ്യിൽ എഴുതുക. അത് കഴിഞ്ഞ് വലത്ത് കൈ കൊണ്ട് ഇടത്ത് കയ്യിലും എഴുതുക. വേറെ ഒന്നും അല്ലെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓരോരുത്തർക്കും ഓരോരോ നമ്പറുകളാണ്. അപ്പം നിങ്ങൾ പല ആവശ്യക്കാരല്ലേ, എല്ലാവർക്കും ഒരേ കാര്യങ്ങളായിരിക്കത്തില്ലല്ലോ എന്നറിയാം. നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പം അത് ആരെങ്കിലും ഇപ്പം 1970 ജനിച്ചെന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ആദ്യമേ എന്ത് ചെയ്യണം? ഇടത്ത് കൈയുടെ ഈ വിരളയിൽ നമ്മളല്ല എഴുതേണ്ടത്, മൂന്നാമതൊരാളെ കൊണ്ട് എഴുതിക്കണം. 1970. ഇപ്പം കാണുന്നുണ്ടോ? ഇവിടുന്നും ഈ ഇടത്ത് വിരലിൻ്റെ മോതിര വിരലയിൽ 1970 പച്ചമഷി കൊണ്ട് നിങ്ങൾ എഴുതുക. പച്ചമഷി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് നീലമഷി കൊണ്ട് എഴുതാൻ പറ്റും കേട്ടോ. പച്ചമഷി അല്ലെങ്കിൽ നീലമഷി, എപ്പോഴും പച്ചമഷിയാണ് നല്ലത്. അതില്ല എങ്കിൽ മാത്രം ആ പച്ചമഷി കൊണ്ട് എഴുതാൻ നിങ്ങൾ കഴിവതും ശ്രമിക്കണം. ഒരു 5 രൂപ കൊടുത്താൽ കിട്ടുന്ന കാര്യമുള്ളൂ കേട്ടോ ഒരു പച്ചമഷിക്ക്, പേനയ്ക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ വേറെ ആരെ കൊണ്ടേലുമാണ് എഴുതിക്കേണ്ടത്. ഞാനിപ്പം നിങ്ങൾ ഇടത്ത് കൈയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. ഇടത്ത് കൈയുടെ മോതിര വിരലയിലല്ല കേട്ടോ എഴുതേണ്ടത്, വലത്ത് കൈയുടെ മോതിര വിരലയിൽ വേണം നിങ്ങൾ എഴുതിക്കാൻ. വേറെ ആരെ കൊണ്ടേലും വേണം നിങ്ങളിത് എഴുതിക്കാൻ. നമ്മുടെ വീട്ടിലുള്ള പുറത്തുള്ള ഒരാളെ കൊണ്ടല്ല എഴുതിക്കേണ്ടത്, നമ്മുടെ വീട്ടിലെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് വേണം നിങ്ങൾ എഴുതിക്കാൻ. അതായത് വലത്ത് കൈയുടെ മോതിര വിരലയിൽ. വീട്ടിലാളില്ലാത്തവർ മാത്രമേ നമ്മൾ 2 കൈവിരലിലും എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്കതൊരു ശിക്ഷ പോലെയാണ്.
അപ്പം അവര് ഇടത്ത് കൈയുടെ മോതിരവിരലിലും അവര് വലത്ത് കൈ കൊണ്ട് ആദ്യമേ എഴുതണം. അതുപോലെ തന്നെ ഇടത്ത് കൈ കൊണ്ട് വലത്ത് കൈയുടെ മോതിരവിരലിലും അവരെഴുതണം. വീട്ടിൽ ആളില്ല, ഒരാളുള്ളവർ മാത്രം. അപ്പം ഇത് 12 കഴിഞ്ഞും വളരെയധികം ശക്തിയേറിയൊരു കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അല്ലാതെ മറ്റൊരു ഏഞ്ചൽ നമ്പർ പോണക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഞാനീ പറയുന്നത്. ഇപ്പം 1950 ജനിക്കുന്നവർ 1950 ഇത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെയല്ല, ഇങ്ങനെ തന്നെ വെച്ചാൽ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. പിടിച്ചേച്ചും കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം എന്താണോ ഉള്ളത് ഇങ്ങനെ മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചങ്കിൽ വെക്കുക. കണ്ണടയ്ക്കരുത്. കണ്ണടയ്ക്കാതെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു മെഴുകുതിരി അല്ലാതെ എണ്ണത്തിരി ഒന്നും നിങ്ങൾ കത്തിക്കണ്ട. ആ ഒരു തിരി മതി ഈ 21 ദിവസത്തേനും. അത് തിരി എന്ന് പറഞ്ഞാൽ പച്ച കളറുള്ള തിരിയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, പച്ച കളർ. ഇനിയിപ്പോൾ പച്ച കളറുള്ള തിരി നിങ്ങൾക്ക് മെഴുകുതിരി കിട്ടിയില്ലെങ്കിൽ വെള്ള കളറുള്ള തിരി ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ഒട്ടിച്ചു വെച്ച് കത്തിക്കുക. എന്നിട്ട് ആ തിരിനാളത്തേലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോണം. കല്യാണമായിക്കോട്ടെ, നിങ്ങൾക്ക് കടവായിക്കോട്ടെ, ഇനി അല്ല വസ്തു സംബന്ധമോ വീട് പണിയോ അല്ലെങ്കിൽ മക്കളുടെ ജോലിക്കാരിയോ രോഗാവസ്ഥയോ എന്തും നിങ്ങൾക്ക് പറയാം. ആ അരമണിക്കൂർ നേരം മറ്റൊന്നും നിങ്ങളുടെ മൈൻഡിലുണ്ടാകരുത്. ഇപ്പോൾ ഒരാൾ മൊബൈലിൽ വിളിച്ചു, നിങ്ങളത് എടുക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ മൊബൈലിൽ അല്ല, ഇപ്പോൾ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തുനിന്ന് അരമണിക്കൂറിന് കഴിഞ്ഞിട്ട് എഴുന്നേക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പ്രത്യേകം പറയണം, ഞാൻ ഇന്ന കാര്യത്തിന് ഇരിക്കുവാണ്, അരമണിക്കൂർ കഴിയാതെ ആര് വന്നാലും എന്നെ വിളിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ പോലും വീട്ടിലുള്ളവർ വരും വിളിക്കരുതാണ്. അപ്പം ഈ അരമണിക്കൂർ നേരം നിങ്ങൾ ഈ തിരുനാളത്തേലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് നിങ്ങളുടെ ആവശ്യം എന്തായാലും നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന അത്രയും സമയം അരമണിക്കൂർ നമ്മുടെ കൈ ഇങ്ങനെ ചങ്കിൽ വെക്കുക. കണ്ണടയ്ക്കരുത്. കണ്ണടയ്ക്കാതെ തിരുനാളത്തേലോട്ട് നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ ആവശ്യം മാത്രം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ടി വി ഓണാക്കാനോ ഓഫാക്കാനോ പിള്ളേരെ വിളിക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റത്തില്ല. ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കൈ കഴുകി കളയാനൊന്നും നിൽക്കണ്ട. ഏത് സമയത്തും രാവിലെ 5:30 തൊട്ട് വൈകിട്ട് 11:30 വരെ സമയമുണ്ട്. പക്ഷേ ഈ അരമണിക്കൂർ നേരം നിങ്ങളിങ്ങനെ ചുരുട്ടി പിടിച്ചെന്ന് പ്രാർത്ഥിക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഇത് സ്വാഭാവികമായിട്ടങ്ങ് മാഞ്ഞു പൊക്കോളും കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് കഴുകി കളയാനും ഒന്നും നിൽക്കണ്ട. ഇത് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ കുറവുകളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുറവുകളെ കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടക്കാതെ വരും. അതുപോലെ തന്നെ 12 എഴുതിയിട്ട് ദൈവസത്യം, എൻ്റെ അമ്മയാണ് സത്യം, വിദേശത്തിരുന്ന് വെച്ചിട്ട് പറഞ്ഞത് എന്നോട് ലോട്ടറി അടിച്ചു, എന്നെ കാണാൻ വരുന്നു, ഞാൻ ഒന്നും പറഞ്ഞ് എൻ്റെ അടുക്കൽ നിങ്ങൾ വരാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ചേട്ടായിയെ കണ്ട് സംസാരിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹവും അഭിപ്രായവും പറയുന്നുണ്ട്. കോണ്ടാക്ട് നമ്പർ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ചേട്ടായി ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കും ഒരു ചെറുതായിട്ട് ഒന്നും കൂടി ഒരു സ്ട്രോക്ക് പോലെ വന്ന് അതിൻ്റെയൊക്കെ റെസ്റ്റിലാണ്. അപ്പം ചേട്ടായി അമ്മ മരിച്ചതിന് ശേഷം ഇവിടെ അമ്മച്ചിയുടെ ഇത് അന്ന് വന്നില്ല, മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒന്ന് വന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്ന് പോയി ചേട്ടൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയി കണ്ടിരുന്നു. അപ്പം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുക്കൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാക്കി സമയങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.